എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും അല്ലേ? അതായത് ഒരു റൈറ്റ് ട്രയാങ്കിൾ, ഒരു മട്ടത്രികോണത്തിൻ്റെ 3 കോണുകൾ 45, 45, 90 അല്ലേ എന്നീ അളവുകളിലാണെങ്കിൽ അവയുടെ വശങ്ങൾ എങ്ങനെയായിരിക്കും? 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും 1 സെൻറ്റിമീറ്റർ അല്ലേ? ഇനി 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റോ √2 അല്ലെ, അതായത് 1:1:√2 എന്ന അംശബന്ധത്തിലായിരിക്കും. അതുപോലെ തന്നെ നാം അടുത്ത ട്രയാങ്കിൾ പഠിച്ചു 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി അല്ലെ. ആ മട്ടത്രികോണത്തിന്റെ കോണുകൾ 30 ഡിഗ്രിയും 60 ഡിഗ്രിയും 90 ഡിഗ്രിയും ആണെങ്കിൽ അവയ്ക്കെതിരെയുള്ള വശങ്ങൾ എങ്ങനെയായിരിക്കും? 1:√3:2 അല്ലെ എന്ന അംശബന്ധത്തിലായിരിക്കും. അപ്പൊ ഇത് എപ്പോഴും ആവശ്യമാണ്. ഇത് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഈ ചാപ്റ്ററിലെ ഒരു ചോദ്യവും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 45, 45, 90 എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനടി ഓർമ്മ വരണം 1:1:√2. ഇനി 30, 60, 90 എന്നാണ് ട്രയാങ്കിളിന്റെ ആംഗിളുകൾ എങ്കിൽ നമുക്ക് ഉടനടി ഓർമ്മ 1:√3:2 അല്ലെ. അപ്പൊ അതായത് നമുക്ക് ഈ ട്രയാങ്കിളിലെ ഏതെങ്കിലും ഒരു വശം നമുക്ക് തന്നു കഴിഞ്ഞാൽ മറ്റ് 2 വശങ്ങളുടെ അളവുകൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി പഠിച്ചു കഴിഞ്ഞു അല്ലെ. അതേപോലെ തന്നെ ഈ ട്രയാങ്കിൾ ആയാലും ഇതിലെ ഏതെങ്കിലും ഒരു വശം തന്നു കഴിഞ്ഞാൽ മറ്റു വശങ്ങളും എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 102, 103 കുറച്ച് ചോദ്യങ്ങളുണ്ട്. അത് നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പൊ അതിന് മുമ്പായിട്ട് ഇങ്ങോട്ടൊന്ന് നോക്കിയേ. ഇവിടെ ഞാൻ ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട് അല്ലെ. ഈ ട്രയാങ്കിളിന്റെ ഈ ആംഗിൾ 120 ഡിഗ്രി, ഈ സൈഡ് 4 സെന്റിമീറ്റർ, ഈ സൈഡ് 4 സെന്റിമീറ്റർ, ഇത് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളിന്റെ ഏരിയ, അതായത് പരപ്പളവ് നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുക? നമുക്കറിയാം ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ഈസ് ഈക്വൽ ടു പരപ്പളവ് എന്ന് പറഞ്ഞാൽ ½ BH അല്ലെ, അര BH ആണ് ഏരിയ. ഇതിൽ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസ് അല്ലെ. അപ്പൊ ഇതാണ് ബേസ്. ഓക്കെ. എച്ച് എന്ന് പറഞ്ഞാലോ ഓപ്പോസിറ്റ് കോർണറിൽ നിന്ന് ബേസിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലെ, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഇതാണ് എച്ച് അല്ലെ. അപ്പൊ ഇത് ബേസ്, ഇത് എച്ച്. അപ്പൊ ഈ 2 അളവുകളും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ത്രികോണത്തിന്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് തന്നിട്ടുണ്ട് ഇത് 120 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പെർപെൻഡിക്കുലർ ആണ് അല്ലെ, ഇതാണ് എച്ച് എന്ന് പറയുന്നത്, ഇതാണ് എച്ച്. ഓക്കെ. ഇത് ഈ പെർപെൻഡിക്കുലർ ഈ കോണിനെ എന്ത് ചെയ്യും? ഈക്വൽ ആയിട്ട് ആയിരിക്കും ഡിവൈഡ് ചെയ്യുക അല്ലെ, അതായത് സമഭാഗം ചെയ്യും. അപ്പോൾ ഇത് 120 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്ര ഉണ്ടായിരിക്കും? ഇത് 60 ആയിരിക്കും, ഇത് 60 ആയിരിക്കും അല്ലെ. അതായത് നമുക്ക് ഈ ആംഗിൾ കിട്ടി. എത്ര കിട്ടി? ഇതിന്റെ പകുതി ആയിരിക്കും അല്ലെ, 120യുടെ പകുതി 60 ഡിഗ്രി ആയിരിക്കും ഈ ആംഗിൾ. അതുപോലെ ഇതും 60 ഡിഗ്രി. ഓക്കെ. ഇനി നോക്കിയാൽ ഇത് പെർപെൻഡിക്കുലർ ആണ് അല്ലെ, അതായത് ഈ ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി. അപ്പൊ നമുക്ക് ഈ റൈറ്റ് ട്രയാങ്കിൾ, ഈ മട്ടത്രികോണത്തിലെ ഈ ആംഗിൾ 90 ഡിഗ്രി, ഈ ആംഗിൾ 60 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 90 ഡിഗ്രി ആവണം അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇത് 60 ആണെങ്കിൽ ഇത് 30 ഡിഗ്രി അല്ലെ. അപ്പൊ 60, 30, 90. അപ്പൊ ഇത് 30 ഡിഗ്രി. ഇപ്പൊ നമുക്ക് നോക്കിയേ, ഈ 3 ആംഗിളും കിട്ടിയല്ലോ, കിട്ടി അല്ലെ. ഈ 3 ആംഗിളും കിട്ടി, അതായത് 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. ത്രികോണത്തിലെ കോണുകൾ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റുള്ള വശങ്ങൾ എന്തായിരിക്കും? 1:√3:2 എന്ന അംശബന്ധത്തിലായിരിക്കും അല്ലെ. അതായത് 1:√3:2 എന്ന അംശബന്ധത്തിലായിരിക്കും ആണ് അല്ലെ. ഇവിടെ നോക്കിയാൽ നമുക്ക് ഇവിടെ നോക്കിയാൽ ഈ റൈറ്റ് ട്രയാങ്കിളിലെ ഈ വശം അറിയാം അല്ലെ, 4 സെന്റിമീറ്റർ. അതായത് ഈ 90ക്ക് ഓപ്പോസിറ്റ് ഉള്ള വശം 4 സെന്റിമീറ്റർ. ഓക്കെ. അതായത് ഈ 90ക്ക് ഓപ്പോസിറ്റുള്ള വശം നമുക്ക് തന്നിട്ടുണ്ട് 4 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള വശം എത്രയായിരിക്കും? അതായത് ഈ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വശം എത്രയായിരിക്കും? നാം പറഞ്ഞു അല്ലെ, 90യുടെ പകുതി ആയിരിക്കും. ഇവിടെ എത്രയാണോ അതിന്റെ ഹാഫ് ആയിരിക്കും അല്ലെ, ആണ് അല്ലെ. അതായത് ഇവിടെ 4 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ എത്ര വരും? 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എത്ര വരും? 4ന്റെ പകുതി 2 സെന്റിമീറ്റർ. മനസ്സിലായില്ലേ? അപ്പൊ ഇതിന്റെ ഇരട്ടിയാണ് ഇത്, ഇതിന്റെ പകുതിയാണ് ഇത്. ഓക്കെ. നമുക്ക് 60 ഡിഗ്രി അല്ലെ, 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള വശം എത്രയായിരിക്കും? 2 സെന്റിമീറ്ററിന് √3 കൊണ്ട് ഗുണിക്കുക അല്ലെ. അപ്പൊ 2√3 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് ഈ 2 സൈഡിലും കിട്ടി അല്ലെ. അതായത് 30ന് ഓപ്പോസിറ്റ് എത്ര വന്നു? 2 സെന്റിമീറ്റർ. അപ്പൊ ഈ എച്ച് എന്ന് പറഞ്ഞ എത്ര കിട്ടി നമുക്ക്? 2 സെന്റിമീറ്റർ. ഓക്കെ. ഇനി 60ന് ഓപ്പോസിറ്റ് എത്ര കിട്ടി നമുക്ക്? 60ന് ഓപ്പോസിറ്റ് 2√3 അല്ലെ. അപ്പൊ ഇത് നമുക്ക് കിട്ടി 2√3. അപ്പൊ കഴിഞ്ഞ പാട്ട് കാണാത്തവർ അത് നിർബന്ധമായും കാണണം, എന്നാലേ നമുക്ക് ഇത് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ.
ഇവിടെ നോക്കിയേ, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയാലോ അല്ലെ. എച്ച് കിട്ടി 2 സെന്റിമീറ്റർ. ഇനി ബേസോ, ഇവിടെ മുതൽ ഇവിടം വരെയാണ് ബേസ് അല്ലെ. പക്ഷെ ഇവിടെ ഇതിന്റെ പകുതി നമുക്ക് കിട്ടി 2√3. അങ്ങനെയാണെങ്കിൽ മൊത്തം എത്ര വരും? 2√3 പ്ലസ് ഇതും 2√3 അല്ലെ, അതായത് 4√3. അപ്പൊ ഏരിയ നമുക്കറിയാം BH, അതിൽ ബി നമുക്ക് കിട്ടി. ബേസ് എത്ര വരും? 2√3 പ്ലസ് 2√3 അല്ലെങ്കിൽ 2√3 നമ്മൾ 2 കൊണ്ട് ഗുണിക്കുക അല്ലെ, 2 കൊണ്ട് ഗുണിക്കുക. അപ്പൊ എത്ര കിട്ടി നമുക്ക്? 4√3. അപ്പൊ ബേസ് കിട്ടി 4√3. ഇനി എന്താണ്? എച്ച് നമ്മൾ കണ്ടുപിടിച്ചു 2 സെന്റിമീറ്റർ. എച്ച് ഈസ് ഈക്വൽ ടു 2 അല്ലെ. ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം അല്ലെ. ഏരിയ ഈസ് ഈക്വൽ ടു എന്ത് വരും? ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് BH അല്ലെ. ഹാഫ് BH ഹാഫ് ഇൻറ്റു ബേസ് എത്ര നമുക്ക് കിട്ടി? ബേസ് കിട്ടി 4√3. 4√3 ഇൻറ്റു ഹൈറ്റ് എത്ര കിട്ടി? 2 സെന്റിമീറ്റർ. 2 നോക്കിയാൽ ഈ രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി നമുക്ക് എത്ര കിട്ടി? 4√3 സ്ക്വയർ സെന്റിമീറ്റർ. നമുക്ക് ഇതെങ്ങനെ ചെയ്യേണ്ടത് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 102 ആദ്യത്തെ ചോദ്യം ചെയ്ത് നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. എന്താണ് ചോദ്യം? കാൽക്കുലേറ്റ് ദി ഏരിയ ഓഫ് ദി പാരലോഗ്രാം ഷോൺ ബിലോ അല്ലെ. അതായത് ഇവിടെ തന്നിട്ടുള്ള ഈ പാരലോഗ്രാം, അതായത് സമാന്തരികങ്ങളുടെ ഏരിയ, പരപ്പളവ് നമ്മൾ കണ്ടുപിടിക്കണം. അതിൽ ആദ്യത്തേത് നോക്കിയേ. ആദ്യത്തേത് നമുക്ക് ഈ സൈഡിന്റെ നീളം നമുക്ക് 4 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഈ സൈഡ് 2 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഈ ആംഗിൾ നമുക്ക് 45 ഡിഗ്രി തന്നിട്ടുണ്ട് അല്ലെ. നമുക്കറിയാം ഒരു പാരലോഗ്രാമിന്റെ ഏരിയ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാം? ഏരിയ അല്ലെ, ഏരിയ ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു എച്ച്, ബേസ് ഇൻറ്റു അതിലേക്കുള്ള ലംബം അല്ലെ, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അതായത് ഇവിടെ നോക്കിയേ, ഇപ്പൊ ഇത് നമ്മൾ ബേസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിന്റെ നോക്കിയ ഈ കോർണറിൽ നിന്ന് ഇതിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലെ. അപ്പൊ ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എച്ച് എന്ന് പറയുന്നത് അല്ലെ. അതായത് ഇതാണ് എച്ച്. അപ്പൊ ഇത് ബേസ്, ഇത് എച്ച് അല്ലെ. അപ്പൊ നമുക്ക് ബേസ് അറിയാം 4 സെന്റിമീറ്റർ, എച്ച് നമുക്കറിയില്ല. അപ്പൊ ഇവിടെ ബേസ് നമുക്കറിയാം 4 സെന്റിമീറ്റർ, എച്ച് നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇങ്ങോട്ട് നോക്കിയേ, ഇതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് അല്ലെ, ലംബമായ ഡിസ്റ്റൻസ്. അതായത് ഈ ആംഗിൾ എത്ര വരും? ഇപ്പോ 90 ഡിഗ്രി അല്ലെ. അപ്പൊ ഈ ആംഗിൾ 90 ഡിഗ്രി, ഇത് എത്രയാണ്? 45 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്ര ഉണ്ടായിരിക്കും? ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 90 കിട്ടണം അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്ര വരും? ഇതും 45 ഡിഗ്രി തന്നെ ആയിരിക്കും അല്ലെ, 45 ഡിഗ്രി. അപ്പൊ ഈ രണ്ട് ആംഗിളും 45 ഡിഗ്രി. അപ്പൊ ഈ റൈറ്റ് ട്രയാംഗിളിലെ 45, 45, 90 അല്ലെ, ഇതാണ് ഈ കോണുകളുടെ അളവ്. അപ്പൊ നമുക്ക് ഉടനെ എന്ത് ഓർമ്മ വരണം? 45, 45, 90 ആണെങ്കിൽ അവയ്ക്കെതിരെയുള്ള വശങ്ങൾ ഏത് റേഷ്യോ ആയിരിക്കും? 1:1:√2. അപ്പൊ നമുക്ക് 45, 90 അല്ലെ, ഇതാണ് കോണുകളുടെ അളവെങ്കിൽ നമുക്കറിയാം 1:1:√2 അല്ലെ. അത് നമുക്ക് അപ്പോൾ ഓർമ്മ വരണം. ഇനി നോക്കിയാൽ ഇതിൽ ഏത് അളവാണ് നമുക്ക് തന്നിട്ടുള്ളത്? 90ക്ക് ഓപ്പോസിറ്റ് 2 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ 90ക്ക് ഓപ്പോസിറ്റ് 2 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 45ന് ഓപ്പോസിറ്റ് എത്രയായിരിക്കും? നമുക്കറിയാം 45ന് ഓപ്പോസിറ്റ് 1 സെന്റിമീറ്റർ ആണെങ്കിൽ 90ക്ക് ഓപ്പോസിറ്റ് എത്രയായിരിക്കും? 1നെ √2 കൊണ്ട് ഗുണിക്കുക അല്ലെ. ഇനി നമുക്ക് 90ക്ക് ഓപ്പോസിറ്റ് അളവ് തന്നു കഴിഞ്ഞാൽ 45ന് ഓപ്പോസിറ്റ് അളവ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? 90ക്ക് ഓപ്പോസിറ്റ് അളവിനെ √2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലെ. അപ്പൊ ഇത് കിട്ടാൻ നമ്മൾ √2 കൊണ്ട് ഗുണിക്കണം. ഇവിടെ നിന്ന് ഇത് കിട്ടാൻ എന്ത് ചെയ്യണം? √2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലെ. അപ്പൊ √2നെ √2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടാം. അപ്പൊ ഇവിടെ നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 90ക്ക് ഓപ്പോസിറ്റ് 2 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 45ന് ഓപ്പോസിറ്റ് എന്ത് വരും? 2 സെന്റിമീറ്ററിനെ 2/√2. അപ്പൊ ഇത് നമുക്ക് കിട്ടി 2/√2 എന്ന് കിട്ടി അല്ലെ. ഇത് നമുക്ക് കിട്ടി 2/√2. ഇത് 2 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതിനെ √2 കൊണ്ട് ഹരിച്ചാൽ മതി അല്ലെ. അപ്പോൾ നമുക്ക് 45 ഓപ്പോസിറ്റ് ഉള്ള അല്ലെ ഈ വശത്തിന് നീളം കിട്ടി, എച്ച് കിട്ടി. എത്രയാണ് എച്ച് വരുന്നത്? 2/√2 അല്ലെ, 2/√2 കിട്ടി. അപ്പൊ നമുക്ക് ബി കിട്ടി, ബേസ് കിട്ടി, ഹൈറ്റ് കിട്ടി അല്ലെ. ഇത് നമുക്ക് ഏരിയ കണ്ടുപിടിക്കാലോ. ഏരിയ ഈക്വൽ ടു ബി ഇൻറ്റു എച്ച് ഈക്വൽ ടു 4 ഇൻറ്റു എച്ച് എത്രയാണ്? 2/√2 അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, അതായത് 2/√2. അതിൽ നമ്മൾ √2 ഒഴിവാക്കാൻ എന്ത് ചെയ്യണം? അംശത്തെയും ഛേദത്തെയും, അതായത് ഡിനോമിനേറ്ററിനെയും ന്യൂമറേറ്റർ എന്ത് ചെയ്യണം? √2 കൊണ്ട് തന്നെ ഗുണിക്കുക അല്ലെ, /√2. അപ്പൊ എന്ത് സംഭവിക്കും? 2 × √2 2√2 /√2
√2 ഇൻറ്റു √2 എന്ന് പറഞ്ഞാൽ 2 തന്നെ അല്ലേ, 2. അതായത് √4 എന്ന് പറഞ്ഞാൽ 2. ഇനി നോക്കിയേ, 2 ഇങ്ങോട്ട് ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര വന്നു? √2 അല്ലേ. അപ്പോൾ നമുക്ക് 2 √2നെ √2 എന്ന് എഴുതിയാൽ മതി അല്ലേ. അപ്പോൾ അതായത് സീക്വൽ ടു എന്ത് വരും? 4 ഇൻറ്റു ഈ 2 √2നെ നമ്മൾ √2 എന്ന് എഴുതി. 4 ഇൻറ്റു √2 സീക്വൽ ടു 4 √2 സ്ക്വയർ സെന്റിമീറ്റർ. ഇനി നമുക്കിത് സെപ്പറേറ്റ് ചെയ്യണമെന്നില്ല, ഇതിന്റെ കൂടെ തന്നെ ചെയ്യാൻ പറ്റും അല്ലേ. അത് നമുക്ക് അങ്ങനെ ചെയ്യാം. ഇവിടെ നോക്കിയേ, 4 ഇൻറ്റു 2 √2 അല്ലേ. 4 ഇൻറ്റു 2 √2 നമുക്ക് 2നെ എന്ത് എഴുതാൻ പറ്റും? 2നെ നമുക്ക് √2 ഇൻറ്റു √2 എന്ന് എഴുതാം അല്ലേ. √2 ഇൻറ്റു √2 ആണ് 2 ബൈ √2. കണ്ടില്ലേ, √2 ക്യാൻസൽ ചെയ്തു, ബാക്കി 4 √2. കണ്ടില്ലേ, അങ്ങനെയും ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എളുപ്പമാണ്, ഏത് മാർഗമാണ് തോന്നുന്നത് ആ രൂപത്തിൽ ചെയ്യാം. അപ്പൊ ഇതറിയാവുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉത്തരം കിട്ടും അല്ലേ. 4 √2 മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഈ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് എന്താണ് ഇതിന്റെ ഏരിയ കാണണം അല്ലേ. അപ്പൊ ഇവിടെ ചെയ്ത് അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? എങ്ങനെ എന്തൊക്കെയാ? ഇതാണ് എച്ച് അല്ലേ, ഇത് ബേസ്, ഇത് എച്ച്. ഇനി ഇവിടുത്തെ ആംഗിളുകൾ നോക്കിയാൽ ഇത് എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇത് 60 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇത് 30 ഡിഗ്രി അല്ലേ. അപ്പൊ 30ഉം 60ഉം 90. ക്ലിയർ ആയല്ലോ. അപ്പൊ 30, 60, 90. 30, 60, 90 അല്ലേ. അപ്പൊ നമുക്ക് ഉടനെ എഴുതാം 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. റേഷ്യോ എങ്ങനെ വരും? 1:√3:2. 1:√3 90ക്ക് ഓപ്പോസിറ്റ് ഉള്ളത് 2 അല്ലേ. ഇവിടെ നമുക്ക് ഏതാ തന്നിട്ടുള്ളത്? 90ക്ക് ഓപ്പോസിറ്റ് 2 സെന്റിമീറ്റർ ആണ്. 90ക്ക് ഓപ്പോസിറ്റുള്ള 2 സെന്റിമീറ്റർ ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, അപ്പൊ ഇവിടെ എന്ത് വരും? 2ന്റെ പകുതി 1 തന്നെ. അതായത് ഇതേ സാധനം തന്നെ ഇവിടെയും വരും, √3. നമുക്ക് ഇതിന്റെ അളവുകൾ കിട്ടി അല്ലേ. 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എത്ര വരും? 1 സെന്റിമീറ്റർ വരും. ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എത്ര വരും? √3. 60ന് ഓപ്പോസിറ്റ് √3. അപ്പൊ 90ക്ക് ഓപ്പോസിറ്റ് √3 ആണെങ്കിൽ 30ന് ഓപ്പോസിറ്റ് അതിന്റെ പകുതി ആയിരിക്കും 1. പിന്നെ ഇതിനെ √3 കൊണ്ട് ഗുണിച്ചാൽ 60ന് ഓപ്പോസിറ്റുള്ള കിട്ടും അല്ലെ. അപ്പൊ നമുക്ക് √3 തന്നെ. അപ്പൊ നമുക്ക് അളവിൽ കിട്ടി 1 √3 2 അല്ലെ. അപ്പൊ നമുക്കിവിടെ h കിട്ടിയാലോ. h ഈസ് ഈക്വൽ ടു എന്ത് തോന്നുന്നു? h ഈസ് ഈക്വൽ ടു √3. ബേസോ? ബേസ് ഈസ് ഈക്വൽ ടു 4 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം അല്ലെ. ഏരിയ ഈക്വൽ ടു ബി ഇൻറ്റു എച്ച് ഈക്വൽ ടു ബി എത്രയാണ്? 4 ഇൻറ്റു √3 ഈക്വൽ ടു 4 √3 സ്ക്വയർ സെന്റിമീറ്റർ. അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. എന്താണ്? കാൽക്കുലേറ്റ് ദി ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഷോൺ ബിലോ അല്ലെ. അപ്പൊ ഇവിടെ തന്നിട്ടുള്ള ത്രികോണങ്ങളുടെ ഏരിയ പരപ്പളവ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഇതിന്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ ഏരിയയുടെ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ് ഏരിയ എന്ന് പറയുന്നത്? ഹാഫ് ബി എച്ച് അല്ലെ. അപ്പൊ ഏരിയ ഈക്വൽ ടു ഹാഫ് ബി എച്ച്. ബി എന്ന് പറഞ്ഞാൽ ബേസ് അല്ലെ. ബേസ് ഇത് 3 സെന്റിമീറ്റർ നമുക്കറിയാം. ഇതിന്റെ എച്ച് ഇവിടെ നിന്ന് ഈ കോറിൽ നിന്ന് ഇങ്ങോട്ടുള്ള ലംബമായ ഡിസ്റ്റൻസ് അല്ലെ, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പൊ ഇതാണ് എച്ച്, ഇതാണ് എച്ച്. അപ്പൊ ഇത് നമുക്ക് അറിയില്ല അല്ലെ. അപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അല്ലെ. അതായത് നമുക്ക് ബേസ് അറിയാം, ബേസ് 3 സെന്റിമീറ്റർ ആണെന്നറിയാം. എച്ച് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അതിന് നോക്കിയാൽ ഇത് പെർപെൻഡിക്കുലർ ആണ് അല്ലെ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് പെർപെൻഡിക്കുലർ ആകുമ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു മട്ടത്രികോണം കിട്ടി, ഒരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടി. അതിന്റെ ഈ കോൺ അറിയാം 30 ഡിഗ്രി, ഇത് 90 ഡിഗ്രി അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്ര വരും? രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 90 കിട്ടണം. അപ്പൊ ഇവിടെ 30 ആണെങ്കിൽ ഇത് 60 ഡിഗ്രി. ഓക്കെ, അപ്പൊ നമുക്ക് 3 ആംഗിളും കിട്ടി അല്ലെ. അപ്പൊ 30, 60, 90. അതായത് 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവയുടെ വശങ്ങൾ തമ്മിലുള്ള അംശം എന്തായിരിക്കും? 1:√3:2 അല്ലെ. 1:√3:2. ഇനി ഇവിടെ നമുക്ക് ഏതാ അറിയാൻ നോക്കിയേ. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള വശം നമുക്കറിയാം അല്ലെ. എത്ര? 2 സെന്റിമീറ്റർ. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 2 സെന്റിമീറ്റർ. അപ്പൊ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 2 സെന്റിമീറ്റർ ആണെങ്കിൽ എന്തായിരിക്കും? 30ക്ക് ഓപ്പോസിറ്റ് എത്ര വരും? ഇതിന്റെ പകുതി അല്ലെ, 1 സെന്റിമീറ്റർ. അപ്പൊ 30ക്ക് ഓപ്പോസിറ്റ് എത്ര വന്നു? 1 സെന്റിമീറ്റർ വന്നു. ഇനി 60ക്ക് ഓപ്പോസിറ്റ് എത്ര വരും? 60ക്ക് ഓപ്പോസിറ്റ് ഇതിനെ √3 കൊണ്ട് ഗുണിക്കുക അല്ലെ. അതായത് 1 × √3 തന്നെ.
അപ്പോൾ നമുക്ക് ഇത് കിട്ടി എത്ര കിട്ടും? √3. ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് BH അല്ലേ, അര ഇൻറ്റു ബേസ് എത്രയാണ്? 3 ഇൻറ്റു h നമുക്ക് കിട്ടി എത്രയാണ്? 1 സെന്റിമീറ്റർ അല്ലേ. അപ്പൊ ഇൻറ്റു 1 സീക്വൽ എന്ത് വരും? 3/2 എന്ന് പറഞ്ഞാൽ 1.5 അല്ലേ. അപ്പൊ 1.5 സ്ക്വയർ സെന്റിമീറ്റർ. അപ്പൊ അത് മനസ്സിലായില്ലേ? ഓക്കെ, ഇനി ഇത് നമുക്ക് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കണം. ഇത് നമുക്കറിയാം ഏരിയ എന്ന് പറയുന്നതാണ് ഏരിയ സീക്വൽ ടു ഹാഫ് BH അല്ലേ. ഹാഫ് BH ആണ് ഏരിയ. ബേസ് നമുക്കറിയാം എത്രയാണ്? 3 സെന്റിമീറ്റർ. ഇതിൽ നമുക്ക് h നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. അപ്പൊ h എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ. അപ്പൊ നമുക്കറിയാം ഇവിടെ ചെയ്തതേപോലെ തന്നെ ഇവിടെ എന്താ 90 ഡിഗ്രി ആണ്. ഇവിടെ 60 ആണ് ആംഗിൾ എത്ര? 30 ഡിഗ്രി. അപ്പൊ 30, 60, 90. അപ്പൊ ഇവിടെ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി അല്ലേ. അങ്ങനെയാണ് നമുക്കറിയാം ഇതിന്റെ റേഷ്യോ എന്ത് വരും? 1:3:2 അല്ലെ. ഇതാണ് ഇതിന്റെ റേഷ്യോ, വശങ്ങൾ തമ്മിലുള്ള റേഷ്യോ. ഇനി നോക്കിയേ, നമുക്ക് 2 സെന്റിമീറ്റർ തന്നിട്ടുണ്ട് അല്ലെ. ഏതിന് ഓപ്പോസിറ്റ് ആണ് 2 സെന്റിമീറ്റർ? 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള വശം 2 സെന്റിമീറ്റർ അല്ലെ. അപ്പൊ 90ക്ക് ഓപ്പോസിറ്റ് ഉള്ള വശം 2 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം 30ക്ക് ഓപ്പോസിറ്റ് എത്രയായിരിക്കും? ഇതിന്റെ പകുതി ആയിരിക്കും അല്ലെ. അപ്പൊ 2ന്റെ പകുതി 1. പിന്നെയോ 60ക്ക് ഓപ്പോസിറ്റ് എന്താണ്? ഇതിനെ ഇൻറ്റു √3 അല്ലെ. അതായത് 1 × √3 എന്ന് പറഞ്ഞാൽ √3 തന്നെ. അപ്പൊ നമുക്ക് നോക്കിയേ, 30ക്ക് ഓപ്പോസിറ്റ് കിട്ടിയ എത്രയാണ്? 1 സെന്റിമീറ്റർ. 60ക്ക് ഓപ്പോസിറ്റോ? √3 അല്ലെ. അപ്പൊ ഇത് നമുക്ക് കിട്ടി √3 സെന്റിമീറ്റർ. അപ്പൊ ഇവിടെ നമുക്ക് ബേസ് ആദ്യം അറിയാം. h നമുക്ക് കിട്ടി എത്രയാണ്? √3. അങ്ങനെ ആകെ ഏരിയ കണ്ടുപിടിക്കാലോ. ഏരിയ സീക്വൽ ടു ഹാഫ് BH സീക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്? ബേസ് 3 അല്ലെ. 3 പെട്ടെന്ന് 1 എഴുതി വെക്കരുത്. ഈ ത്രികോണത്തിന്റെ ഏരിയയാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ പെട്ടെന്ന് ചിലവര് ഈ 1 എഴുതി വെക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതാണ് ബേസ്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഈ ചെറിയ ത്രികോണത്തിൽ നിന്നാണ് ഈ h കണ്ടുപിടിക്കുന്നത്. അത് വിചാരിച്ചിട്ട് നമ്മൾ ബേസ് 1 എന്ന് എഴുതരുത്. ബേസ് ഏതാണ്? ഈ വലിയ ത്രികോണത്തിന്റെ ഏരിയ ആണ് കാണേണ്ടത്. ബേസ് 3 എന്ന് തന്നെ എഴുതണം. തെറ്റരുത് അവിടെ. പലർക്കും തെറ്റാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത്. 3 ഇൻറ്റു h എത്ര കിട്ടി നമുക്ക്? √3 സീക്വൽ ടു എന്ത് വരും? നോക്കിയാൽ 2ന് നമുക്ക് അല്ലെ, 3നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ എത്രയാണ്? 1.5. അപ്പൊ 1.5 ഇൻറ്റു √3 സ്ക്വയർ സെന്റിമീറ്റർ. അപ്പൊ അത് മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ട്രയാങ്കിൾ ഒന്ന് നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത ട്രയാങ്കിൾ. ഇവിടെ നമുക്ക് എന്ത് വേണം? ഏരിയ തന്നെ കണ്ടുപിടിക്കണം അല്ലെ. നമുക്കറിയാം ഏരിയ. അപ്പൊ നമ്മുടെ എല്ലാ ചോദ്യങ്ങളും നോക്കിയാൽ ഒരേ ടൈപ്പ് തന്നെയാണ്. അപ്പൊ ഇതൊന്നും നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഏത് ചോദ്യം വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് BH അല്ലെ. ഇതിൽ B നമുക്കറിയാം 3 സെന്റിമീറ്റർ തന്നിട്ടുണ്ട് അല്ലെ. h നമുക്കറിയില്ല. h നമ്മൾ കണ്ടുപിടിക്കണം. h കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം അല്ലെ. h എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ ഓപ്പോസിറ്റ് കോർണറിൽ നിന്ന് ഇങ്ങോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലെ. അപ്പൊ ഇതാണ് h. ഇത് നമ്മൾ കണ്ടുപിടിക്കണം. നമുക്കറിയാം ഇത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ഇത് എത്രയാണ്? 90 ഡിഗ്രി. അപ്പൊ ഇത് 45 ആണെങ്കിൽ ഇത് എത്ര വരും? 45 അല്ലെ. രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 90 ഡിഗ്രി കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊക്കെ റൈറ്റ് ട്രയാങ്കിൾ കിട്ടിയാലോ. അതിന്റെ ആംഗിൾ ഏതൊക്കെ വരുന്നത്? 45, 45, 90 അല്ലെ. അതായത് 45, 45, 90. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ വശങ്ങൾ തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും? 1:1:√2 1:1:√2. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നോക്കിയാൽ എളുപ്പം കണ്ടുപിടിക്കാം അല്ലെ. ഇവിടെ നോക്കിയാൽ 2 സെന്റിമീറ്റർ ഏതിന് ഓപ്പോസിറ്റ് ആണ്? 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ളത് 2 സെന്റിമീറ്റർ. അപ്പൊ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള വശം നമുക്ക് കിട്ടി 2 സെന്റിമീറ്റർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ നോക്കിയാൽ 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എന്തായിരിക്കും? 45 ഡിഗ്രി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 90 കിട്ടാൻ എന്ത് വേണം? 90 കിട്ടാൻ നമ്മൾ ഇതിനെ √2 കൊണ്ട് ഗുണിക്കണം അല്ലെ. അപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞാൽ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റിൽ കിട്ടണമെങ്കിൽ നമ്മൾ √2 കൊണ്ട് ഗുണിക്കണം. ഇത് കിട്ടിക്കഴിഞ്ഞാലോ ഇത് കിട്ടാൻ എന്ത് ചെയ്യണം? √2 കൊണ്ട് ഹരിക്കണം അല്ലെ. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് നന്നായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിട്ടണമെങ്കിൽ എന്ത് വേണം? ഇതിനെ √2 കൊണ്ട് ഹരിക്കണം. അപ്പൊ ഇവിടെ ഈ 2നെ എന്ത് ചെയ്യണം? √2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലെ. അപ്പൊ ഇവിടെ എന്ത് വരും? 2/√2.
ഇവിടെ നിൽക്കേ 90ക്ക് ഓപ്പോസിറ്റ് 2 സെന്റിമീറ്റർ ആണെങ്കിൽ h എത്ര വരും? 45ന് ഓപ്പോസിറ്റ് 2/√2. അപ്പൊ നമുക്ക് h കിട്ടി അല്ലേ? 2/√2 എന്ന് കിട്ടി h. ഓക്കെ, ഇതെന്ത് ചെയ്യാം? ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്? 3 ഇൻറ്റു h 2/√2. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? നോക്കിയേ, 1 ഇൻറ്റു 3 3/2 ഇൻറ്റു 2/√2 അല്ലേ? ഈ രണ്ടിന് നമുക്ക് എങ്ങനെ എഴുതാം? √2 ഇൻറ്റു √2 എന്ന് എഴുതാം അല്ലേ? അപ്പൊ √2 ഇൻറ്റു √2 √2 ഇൻറ്റു √2 ആണ് 2 അല്ലേ? ബൈ ഇവിടെ അടിയിലുള്ള √2. ക്ലിയർ ആയില്ലേ? രണ്ടിനെ നമുക്ക് എന്ത് മാറ്റി എഴുതി? √2 ഇൻറ്റു √2 എന്ന് എഴുതി. ഇനി നോക്കിയാൽ ഈ √2ഉം √2ഉം ക്യാൻസൽ ചെയ്ത് പോയി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 3√2/2 അല്ലെ? 3√2/2 എന്ന് കിട്ടി. ഈക്വൽ ടു എന്ത് വരും? 3/2 എത്രയാണ്? 1.5. 1.5 ഇൻറ്റു √2 സ്ക്വയർ സെന്റിമീറ്റർ. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് ബാക്കി വാങ്ങൽ അടുത്ത ക്ലാസ്സിൽ.